ഹലോ ഹായ് എവറി വൺ. ലാസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? മീൻസ് നമ്മളൊരു എക്സ്പയറി ഡേനെ സ്ട്രാറ്റജി, എക്സ്പയറി ഡേക്ക് എങ്ങനെ ചെയ്യാൻ പറ്റാവുന്ന ഒരു സ്ട്രാറ്റജിനെ പറ്റി നമ്മൾ ലാസ്റ്റ് സംസാരിച്ചു. ഓക്കെ അല്ല, അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലും നമുക്ക് ഫിൻ നിഫ്റ്റിയിലും അത് ഉണ്ടായിരുന്നു, ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ബട്ട് കുറച്ചും കൂടി നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലാണ് ഓൾറെഡി ആ ട്രേഡ് നമ്മൾ എടുത്തത്. ആൻഡ് നിഫ്റ്റിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു 21,700 എന്ന ലെവലിലൊക്കെ വെച്ചിട്ട് നിഫ്റ്റിയിലും ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഓൾമോസ്റ്റ് നിങ്ങൾ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാനാണെങ്കിൽ എക്സ്പയറിയുടെ ആ സ്ട്രാറ്റജി നമ്മൾ ഓൾറെഡി ഷെയർ ചെയ്ത സ്ട്രാറ്റജി അത് നമുക്ക് നമ്മുടെ കൺസോൾട്ടേഷൻ റേഞ്ചിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് ലിമിറ്റഡ് ലോസിൽ നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് കിട്ടണ അനുസരിച്ച് ചെയ്യാൻ പറ്റാവുന്ന സ്ട്രാറ്റജിയാണ്. സോ ആ സ്ട്രാറ്റജീൻ്റെ ഓൾറെഡി വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇപ്പം കഴിഞ്ഞ വീക്ക് നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ ഓൾറെഡി അത് 5% പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് വേറൊരു സ്ട്രാറ്റജീനെ പറ്റി പറയാം. ഇത് കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ്. ബട്ട് നമുക്ക് എന്താ പറയാ, ഇതിന്റെ റിസ്ക് അൺലിമിറ്റഡ് ആയിട്ട് തന്നെ നിൽക്കുക. പക്ഷെ നമുക്ക് നല്ല റേഞ്ച് കിട്ടും. അതോടൊപ്പം തന്നെ നമുക്ക് എന്താ പറയാ, നമ്മൾ ഇനി ഒരു ഹ്യൂജ് ഫാളോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള എന്തെങ്കിലും ഒരു ഇത് വന്നാൽ തന്നെ നമുക്ക് ലോസ് സംഭവിക്കില്ല ആൻഡ് എക്സിറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടും. അപ്പൊ അങ്ങനത്തെ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ആൻഡ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മീൻസ് എപ്പോഴും കാണുന്നുണ്ട്, നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ല എങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങൾ കമന്റിൽ അറിയിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ പേഴ്സണലായിട്ട് അറിയണം എന്നാണെങ്കിലും നിങ്ങൾ ടെലിഗ്രാമിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കാം. അതിൻ്റെ ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ഇനി അതിൻ്റെ ആൻഡ് ഓൾറെഡി ടെലിഗ്രാം ചാനൽ നിങ്ങൾക്കൊന്ന് ഫോളോ ചെയ്യാവുന്നതാണ്. ആൻഡ് അതോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുമെന്നും ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും കൂടി വിശ്വസിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്ട്രാറ്റജിയിലേക്ക് നമുക്ക് കടക്കാം. ആൻഡ് ഓക്കെ ഇതാണ് നമ്മൾ സെൻസിബിൾ എടുത്തു. സെൻസിബിളിലാണ് നമ്മൾ ചെയ്യുന്നത്. ആൻഡ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബാങ്ക് നിഫ്റ്റീനെ വെച്ച് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ അനലൈസ് ചെയ്യണം. ഫസ്റ്റ് അനലൈസ് ചെയ്യേണ്ടത് ഓപ്പൺ ഇൻട്രസ്റ്റ് വെച്ചിട്ട് അനലൈസ് ചെയ്യാം. ആദ്യം നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ഓൺ ആക്കുക. ഓപ്പൺ ഇൻട്രസ്റ്റിൽ ബാങ്ക് നിഫ്റ്റിയുടെ ഇതിൽ ഹിസ്റ്റോറിക്കൽ അനാലിസിസ്, ഓപ്പൺ ഇൻട്രസ്റ്റിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത് വെച്ചിട്ട് വേണം നമ്മൾ എന്താക്കുന്നത്, അനലൈസ് ചെയ്യാൻ. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ മാക്സിമം കോളും മാക്സിമം പുട്ടും ബിൽഡ് ചെയ്തേക്കുന്ന മീൻസ് ഏത് സ്ട്രൈക്കിലാണെന്ന് നോക്കുക. അപ്പോൾ മാക്സിമം കോൾ എവിടെയാണ് ആൻഡ് മാക്സിമം പുട്ട് എവിടെയാണെന്ന് നോക്കുക. ഇതിൽ വേറെ എന്ന് വെച്ചാൽ കോളിന്റെ ഒപ്പം പുട്ടും വന്ന് നിൽക്കുകയാണ് അല്ലെങ്കിൽ പുട്ടിന്റെ ഒപ്പം കോളും വന്ന് നിൽക്കുകയാണെങ്കിൽ ആ സ്ട്രാറ്റജിയിൽ കയറരുത്. ആൻഡ് മന്ത്ലിയിൽ ഫസ്റ്റ് ഞാൻ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ പറയാം. ആൻഡ് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 45,000 ഉണ്ടല്ലേ മാക്സിമം പുട്ട് അവിടെ ഉണ്ട് ആൻഡ് കോൾ കുറച്ചുള്ളൂ. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കാണാം മാക്സിമം കോൾ അവിടെ ഉണ്ട് ആൻഡ് കുറച്ച് പുട്ടുള്ളൂ. അപ്പൊ 46 ഉണ്ട്, 45 ഉണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഇനി എന്താക്കുന്നത്, കറണ്ട് വീക്കിലേക്കുള്ള ഒരു എക്സ്പയറിന്റെ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് 45 താഴെയുണ്ട് ആൻഡ് 46 മേലുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് വീക്കിലി ഓയിൽ ഇത് രണ്ടുമാണ് നമുക്ക് ഹ്യൂജ് റെസിസ്റ്റൻസും സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. ദെൻ ഇനി നമുക്ക് മന്ത്ലിയിലേക്കും കൂടി നോക്കണം. മന്ത്ലിയിലേക്ക് നോക്കാൻ നേരത്ത് മന്ത്ലിയിൽ നമുക്ക് എവിടെയാണ് ഉള്ളതെന്ന് നോക്കാം. മന്ത്ലിയിൽ എവിടെയാണ്? മന്ത്ലിയിൽ 45 ഉണ്ട്. 45 നല്ല സപ്പോർട്ട് ഉണ്ട് ആൻഡ് കുറച്ച് കോളുള്ളൂ. ബട്ട് നോക്കുക 46 എന്താണ്, 46 പുട്ടും അതിൻ്റെ ഒപ്പം മന്ത്ലിയിൽ ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 46 നമുക്ക് ഈ വീക്ക് എടുക്കൽ എന്താകും, കുറച്ച് റിസ്ക് ആയിട്ട് വരും. അപ്പോൾ അത് ഒഴിവാക്കുക. ദെൻ മന്ത്ലിയിൽ വീണ്ടും നമ്മൾ നോക്കാം. അടുത്ത നല്ല കോള് വന്നേക്കുന്ന സ്ട്രൈക്ക് എന്ന് പറയുന്നത് 46,500 നമുക്ക് കോൾ കുറവാണ്. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് 46 കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സേഫ് ആയിട്ട് വരുന്നത് ഏതാ, 47 ആണ്. അപ്പോൾ 47, അപ്പൊ നമ്മൾ കോളിന്റെ സ്ട്രൈക്ക് കുറച്ചൊന്ന് നീക്കി. ബട്ട് പുട്ടിന്റെ സ്ട്രൈക്കിൽ എന്താണ്, പുട്ട് ഓൾറെഡി നമുക്ക് 45 തന്നെ എടുക്കാം. അപ്പോൾ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള പുട്ടാണെന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ എന്താക്കുന്നത്, നേരെ സ്ട്രാറ്റജി ബിൽഡറിൽ വരാം. സ്ട്രാറ്റജി ബിൽഡറിൽ വന്നിട്ട് ബാങ്ക് നിഫ്റ്റി എടുക്കുക. ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾക്ക്
ഓപ്ഷൻ ഇത് ശരിക്കും ഓപ്ഷൻ സെല്ലിംഗ് സ്ട്രാറ്റജിയാണ്. ആൻഡ് നമ്മൾ താഴെ കണ്ടത് നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ളത് ഏതാ 45,000 ആണ്. 45,000 സെല് ചെയ്യാം. ദെൻ 46 നമ്മൾ ഒഴിവാക്കാണ്, ബിക്കോസ് നമുക്ക് നമ്മുടെ ഈ മന്ത്ലിയിൽ നമുക്ക് എന്താ 46 പുട്ടും ബിൽഡ് ചെയ്തേക്കുന്നുണ്ട്. സോ അവിടെ നമുക്ക് സേഫ് അല്ലാത്തത് കൊണ്ട് 47,000 നമ്മൾ എന്താക്കുന്നു, 47 അടുത്തത് വന്നേക്കുന്നത്. സി അത് നമ്മൾ സെല് ചെയ്യുന്നു. ഇവിടെ വേറൊരു കാര്യം ചെയ്യുന്നത്, ഇവിടെ നമ്മൾ ഇൻ ദ മണിയിലാണ് സെല് ചെയ്യുന്നത്. ഇൻ ദ മണി പുട്ട് 47 നമ്മൾ സെല് ചെയ്യുന്നു. സി ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. സാധാരണ എന്താക്കുന്നു, സാധാരണ എല്ലാവരും ചെയ്യുക 47 എന്താക്കുന്നു, കോളും ഒരു സ്ട്രാങ്കിൾ പോലെയുള്ളൂ. ഇത് സ്ട്രാങ്കിളിന്റെ ഓപ്പോസിറ്റ് ആണ്. നിങ്ങൾ അത് എപ്പോഴും മനസ്സിലാക്കുക. ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മൾ സെല് ചെയ്യുന്നത്. 47 ഇൻ ദ മണിയാണ് സെല് ചെയ്യുന്നത്. 47,000 പുട്ട് നമ്മൾ സെല് ചെയ്യും. ആൻഡ് ഇവിടെ നമ്മൾ 45,000 കോളാണ് സെല് ചെയ്യുന്നത്, നോട്ട് പുട്ട്. ഇവിടെ നമ്മൾ കോളാണ് ഇൻ ദ മണിയിൽ നിൽക്കുന്നത്. ഓക്കെ, ആൻഡ് ഡൺ കൊടുക്കുക. സി നിങ്ങൾക്ക് ഇവിടെ കാണാം 2% പ്രോഫിറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. സി ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ 2% പ്രോഫിറ്റ് എടുക്കാം. ആൻഡ് ഡെഫിനറ്റ്ലി അൺലിമിറ്റഡ് ആണ് ലോസ്, ബിക്കോസ് നമുക്ക് അവിടെ രണ്ടും ഹെഡ്ജിങ് ഒന്നും ഇല്ല. ബട്ട് നമ്മൾക്ക് കാണാം, നമ്മൾ പുട്ടിൽ നമ്മൾ എന്താണ് പുട്ട് നമുക്ക് എന്നിട്ട് നമുക്ക് പുട്ടിൽ 45 കുറച്ചും കൂടി താഴെ കിട്ടുന്നുണ്ട്. ബ്രേക്ക് ഈവൻ 1.71. സ്റ്റിൽ നമ്മൾ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള പുട്ട് അവിടെ ഉണ്ടായിട്ട് നമുക്ക് എന്താകും, നമുക്ക് ബ്രേക്ക് ഈവൻ 1.7% താഴേക്ക് പിന്നെയും കിട്ടുന്നുണ്ട്. സോ അവിടെ നിന്ന് ഒരു ഫോള് വന്നാലും, ഇനി 45 ഒരു ഫോള് വന്നാലും നമ്മൾ എന്താക്കുന്നു, നമ്മൾ നിസാര ലോസോ അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ നമ്മളൊരു 0 ലോസിലേക്ക് നമുക്ക് അവിടെ നിന്ന് എന്താക്കാം, നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റും. ഇനി മേളിലേക്ക് പോയാൽ 3% പ്ലസ് നമുക്ക് എന്താക്കുന്നു, മേളിലേക്ക് നമുക്ക് നല്ല രീതിയിൽ 3% എവിടെ നിന്ന് സ്റ്റിൽ നമ്മൾ ഇവിടെ നിന്നല്ല, നമ്മുടെ ഈ ലെവലിൽ നിന്ന് നമുക്ക് നല്ല ഒരു 3% നമ്മൾ മേളിലേക്ക് നമുക്ക് റേഞ്ചും കിട്ടും. സോ ഇത് നമ്മൾ കുറച്ചും കൂടി ബുള്ളിഷ് ആയിട്ടുള്ള വ്യൂ ആണ് കണ്ടേക്കുന്നത്. ഇനി നമുക്ക് നേരെ ഓപ്പോസിറ്റ് വ്യൂവും കിട്ടും. അപ്പൊ ഇതാണ് നമ്മൾ എന്താക്കുന്നത്, നമ്മുടെ മീൻസ് ഓപ്ഷൻ സെല്ലിംഗ് സ്ട്രാറ്റജി ആണ്. ഇതൊരു അൺകോൺട്രോ അല്ലെങ്കിൽ സ്ട്രാങ്കിൾ അല്ല, സ്ട്രാങ്കിളിന്റെ ഓപ്പോസിറ്റ് മീൻസ് സ്ട്രാങ്കിൾ ട്വിസ്റ്റ് ചെയ്തേക്കണേ, ട്വിസ്റ്റഡ് സ്ട്രാങ്കിൾ എന്നും വേണമെങ്കിൽ പറയാം. അപ്പോ ആ മീൻസ് ഇവിടെ നമുക്ക് കാണാം ഇൻ ദ മണിയിലാണ് നമ്മൾ രണ്ടും സെല് ചെയ്തേക്കുന്നത്. 47 സി അല്ല PE ആണ് എവേ മീൻസ് ഇൻ ദ മണിയാണ് സെല് ചെയ്തേക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ 45 കോൾ ഓപ്ഷന്റെയും ഇൻ ദ മണിയാണ് നമ്മൾ സെല് ചെയ്തേക്കുന്നത്. സോ ഇത് രണ്ടും നിങ്ങൾ കൃത്യമായിട്ട് മീൻസ് നോക്കുക, നോട്ട് ചെയ്യുക. ആൻഡ് അത് ഒരു ബാസ്ക്കറ്റ് ഓർഡറിൽ ഇടാനും എപ്പോഴും ശ്രമിക്കുക. ആൻഡ് ബാസ്ക്കറ്റ് ഓർഡർ എങ്ങനെ ഇടും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പാടില്ലെങ്കിൽ നമ്മൾ അതിനൊരു വീഡിയോ ചെയ്യാം, കമന്റ് ചെയ്താൽ മതി. ആൻഡ് അതോടൊപ്പം തന്നെ നമുക്ക് ഫണ്ട് നീഡഡ് ആയിട്ട് വരുന്നത് 1.23 lakh ആണ്. സോ അപ്പോൾ ഒരു 2 lakh ഒക്കെ ഉള്ള ആൾക്കാർക്ക് സുഖമായിട്ട് നിങ്ങൾക്ക് മന്ത്ലി വീക്കിലി 2% ഒരു ടെൻഷനും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ട്വിസ്റ്റഡ് സ്ട്രാങ്കിൾ എന്ന് വേണമെങ്കിലും വിളിക്കാം നിങ്ങൾക്ക്. ഞാൻ അതാണ് സ്ട്രാറ്റജി ഇട്ടത്. ഇനി ഇത് ചെയ്യാൻ പാടില്ലാത്തത് നമുക്ക് ഇത്തവണ നിഫ്റ്റിയിൽ എല്ലാത്തിലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ആൻഡ് ചെയ്യാൻ പാടില്ലാത്ത മീൻസ് എപ്പോൾ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം കൂടി നമുക്കിത് പറയാം. നമുക്ക് നിഫ്റ്റിനെ വെച്ച് നോക്കിയിട്ട് നമുക്ക് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. നിഫ്റ്റിയിൽ നമുക്കിത് ചെയ്യാൻ പറ്റുമോ നോക്കാം. ആൻഡ് നിഫ്റ്റിയിൽ നമ്മൾ അനലൈസ് എടുക്കുക, ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുക. നിഫ്റ്റിയുടെ വീക്കിലി ഓപ്പൺ ഇൻട്രസ്റ്റിൽ കറന്റ്ലി നമുക്ക് എന്താക്കാം, കറന്റ്ലി നമുക്ക് ഹിസ്റ്റോറിക്കൽ ഡാറ്റ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റിൽ ഇവിടെ നമുക്ക് നല്ലൊരു കോള് ബിൽഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്, പുട്ട് ബിൽഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്, കോള് കുറച്ചുള്ളൂ. ആൻഡ് ഇവിടെ നമുക്ക് 22,000 കോളും നല്ല രീതിയിൽ ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് വീക്ക്ലിയിൽ ഓക്കെയാണ്, ഫൈനാണ്. 21,000 പുട്ടുണ്ട് ആൻഡ് 22,000 കോളും ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ മന്ത്ലിയും കൂടി നോക്കാം. മന്ത്ലിയിൽ നമുക്ക് കോള് മാത്രം ബിൽഡ് ചെയ്തേക്കുന്ന ഒരു സ്ട്രൈക്ക് കാണുന്നില്ല, പുട്ട് മാത്രം ബിൽഡ് ചെയ്തേക്കുന്ന സ്ട്രൈക്ക് ഉള്ളൂ. 21,500 22,000 നമുക്ക് സ്റ്റാഡിലാണ് ഫോം ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇത് നമ്മൾ മന്ത്ലിയിലും കൂടി നോക്കിയിട്ട് വേണം നമ്മൾ ഒരു കൺഫർമേഷൻ എടുക്കാൻ. സോ അപ്പൊ ഇങ്ങനെ വരാൻ നേരത്ത് ഒരിക്കലും നിങ്ങൾ ഈ ഒരു ഇതിൽ വരാൻ നേരത്ത് ആ ഒരു ഇൻഡെക്സ് ട്രൈ ചെയ്യാണ്ടിരിക്കുക. ആൻഡ് മാക്സിമം കോളിലും ആൻഡ് പുട്ടിലും ഒരുപോലെ ഒറ്റ സ്ട്രൈക്കായിട്ട് നിൽക്കുന്ന ഏതാണോ OI നിൽക്കുന്നത് ആ OI മാത്രമാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ആൻഡ് അതോടൊപ്പം അപ്പോഴാണ് നമുക്ക് നല്ല റേഞ്ചും
നല്ല കൺഫേം ആയിട്ടുള്ള ഇത് മീൻസ് എന്താ പറയുക, നമുക്ക് നല്ലൊരു കൺഫേം ആയിട്ട് നമുക്ക് ധൈര്യമായിട്ട് നമുക്കത് ചെയ്യാനും പറ്റും, നമുക്ക് നല്ല രീതിയിൽ അത് എടുക്കാനും പറ്റും. അപ്പോൾ അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ടത്. ഞാൻ മാക്സിമം നിങ്ങൾ ഇത് മൺഡേയിൽ തന്നെ കയറാൻ നോക്കാം. മൺഡേയിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി വരുന്നത് വെനസ്ഡേ ആണ്, നിഫ്റ്റി ആണ് നമുക്ക് തേഴ്സ്ഡേ എക്സ്പയറീസും വരുന്നത്. അപ്പോൾ എക്സ്പയറി ഡേയ്സിനൊക്കെ നിങ്ങൾ സുഖമായിട്ട് എക്സ്പയറി ഡേയ്സ് വരെയും നിങ്ങൾക്ക് സുഖമായിട്ട് ഹോൾഡ് ചെയ്യാനും പറ്റും. ആൻഡ് നല്ല രീതിയിലുള്ള പ്രോഫിറ്റും മീൻസ് 2% വീക്കിലി നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിന്റെ പ്രോഫിറ്റ് എടുക്കാനും പറ്റും. ആൻഡ് ഇത് എപ്പോഴും ഓർഡർ ഇടുമ്പോൾ ശ്രദ്ധിക്കുക, ബാസ്ക്കറ്റ് ഓർഡറിൽ ഇടുക, സിംഗിൾ ആയിട്ട് ഇടാണ്ടിരിക്കുക. രണ്ടും അറ്റ് എ ടൈമിൽ വേണം ഇടാൻ. ഇനി നിങ്ങൾക്ക് അത് അറിയില്ല എങ്കിൽ ഒന്നല്ലെങ്കിൽ വീഡിയോ ചെയ്യാം, നിങ്ങൾ കമന്റ് ചെയ്യണമെങ്കിൽ വീഡിയോ ചെയ്യാം. അതല്ല നിങ്ങൾക്ക് പേഴ്സണലായിട്ടാണ് ഇത് പറഞ്ഞു തരുന്നതിന് നിങ്ങൾ മീൻസ് DM-ൽ ചോദിച്ചാലും മതി, ഞാൻ അത് പറഞ്ഞുതരാം. നിങ്ങൾ നല്ല രീതിയിൽ മീൻസ് ഒരു ഒറ്റ പ്രശ്നം എന്ന് പറയുന്നത് ക്യാപിറ്റൽ വേണം. 50,000 ഒന്നും പറ്റില്ല. ആൻഡ് എബോവ് 1 lakh 2 lakh ഒക്കെ ഉള്ളത് 1.5 lakh ആണെങ്കിലും ഓക്കെയാണ്. ആൻഡ് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എക്സിറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതുപോലുള്ള സ്ട്രാറ്റജീസ് നമുക്ക് ഇനിയും ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്യുമെന്നും ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.